വളരെ ഞെട്ടിക്കുന്ന നടുക്കുന്ന ഒരു വാർത്ത തന്നെയാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത്. കേന്ദ്ര സർക്കാർ 2022 നിരോധിച്ച പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന കൊടും ഭീകര സംഘടന, ഇന്ത്യയുടെ നാശം ആഗ്രഹിക്കുന്ന, ഇന്ത്യയിൽ ജനാധിപത്യ സംവിധാനങ്ങളെ അട്ടിമറിച്ച് ഇവിടെ ഒരു ഇസ്ലാമിക ഭരണം 2047 കൊണ്ടുവരാം എന്ന ആ ഒരു മിഥ്യാധാരണയുമായി പ്രവർത്തിച്ചിരുന്ന ഭീകര സംഘടന, അവരുടെ പക്കൽ കേരളത്തിലെ 950ഓളം പേരുടെ ഒരു ഹിറ്റ് ലിസ്റ്റ്, അതായത് അവർ കൊല്ലേണ്ട 950ഓളം പേരുടെ, അവരുടെ കൈകളാൽ കൊല്ലപ്പെടണം എന്ന് അവർ നിശ്ചയിച്ചിരിക്കുന്ന 950 പേരുടെ ഒരു ഹിറ്റ് ലിസ്റ്റ് ഉണ്ടായിരുന്നു എന്ന വളരെ ഞെട്ടിക്കുന്ന ഒരു റിപ്പോർട്ട് എൻ ഐ സ്പെഷ്യൽ കോടതിയിൽ സമർപ്പിച്ചിരിക്കുകയാണ്. ഒപ്പം തന്നെ ആ കോടതി ഉത്തരവ്, പ്രത്യേകിച്ച് ഈ പാലക്കാട് RSS നേതാവായിരുന്ന ശ്രീനിവാസിൻ്റെ വധവുമായി ബന്ധപ്പെട്ട് ആ പ്രതികൾ സമർപ്പിച്ച ജാമ്യാപേക്ഷയിന്മേലാണ് കോടതിയുടെ ഒരു ഉത്തരവ് പുറത്തു വന്നിരിക്കുന്നത്. ആ കോടതി ഉത്തരവ് പരിശോധിക്കുമ്പോൾ, ആ കോടതി ഉത്തരവിൽ പരാമർശിച്ചിരിക്കുന്ന NIA റിപ്പോർട്ട്, അതിലൂടെ കണ്ണോടിക്കുമ്പോൾ നമുക്ക് ഞെട്ടിക്കുന്ന ചില കാര്യങ്ങൾ പുറത്തു വരുന്നുണ്ട്. എത്രത്തോളം സുഗമമായാണ് PFI എന്ന് പറയുന്ന ഭീകര സംഘടന 2006 മുതൽ 2022 വരെ ഇവിടെ രാജ്യത്തിനെതിരെ പ്രവർത്തിച്ചിരുന്നത്? ആരായിരുന്നു അവരെ അതിന് സഹായിച്ചത്? എങ്ങനെയാണ് ഇത്രത്തോളം സുഗമമായി ഈ കാലയളവിൽ, പ്രത്യേകിച്ച് കേരളം കേന്ദ്രീകരിച്ച് രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്യാൻ PFIക്ക് സാധിച്ചത്? ഈ പുറത്തു വരുന്ന വിവരങ്ങൾ എത്രത്തോളം ഗൗരവത്തോടെ നാം നോക്കിക്കാണണം. ഈ വിഷയങ്ങളാണ് നിലപാട് എന്ന ഈ ഒരു പ്രോഗ്രാമിലെ ഇന്നത്തെ എപ്പിസോഡിൽ ഞങ്ങൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ജോർജി, എന്നോടൊപ്പമുള്ളത് റോബിൻ അരുൺ. കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഞെട്ടിക്കുന്ന ഒരു വാർത്ത ഇന്ന് പുറത്തു വന്നിരിക്കുന്നു. കേന്ദ്ര സർക്കാർ 2022 നിരോധിച്ച പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന കൊടും ഭീകര സംഘടന, ആ ഭീകര സംഘടനയുടെ ലിസ്റ്റിൽ, അതായത് ഹിറ്റ് ലിസ്റ്റിൽ കേരളത്തിൽ നിന്നും 950ഓളം പേരുണ്ടായിരുന്നു. ഒരു മുൻ ജില്ലാ ജഡ്ജി ഉൾപ്പെടെ 950ഓളം പേർ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഹിറ്റ് ലിസ്റ്റിലുണ്ടായിരുന്നു. ഹിറ്റ് ലിസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കൊല്ലേണ്ട വ്യക്തികളുടെ ലിസ്റ്റ്, അതാണ് ഹിറ്റ് ലിസ്റ്റിലൂടെ ഉദ്ദേശിക്കുന്നത്. 950ഓളം പേർ കേരളത്തിൽ തന്നെ 950ഓളം പേരെ അവർ ടാർഗറ്റ് ചെയ്തിരുന്നു എന്ന വളരെ ഞെട്ടിക്കുന്ന ഒരു റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു. നമുക്ക് ആ ഒരു വാർത്ത പുറത്തു വരാനുള്ളൊരു സാഹചര്യം എന്ന് പറയുന്നത്, ഈ പാലക്കാട് RSS നേതാവായ ശ്രീനിവാസൻ വധക്കേസിൽ പ്രതികളായിട്ടുള്ള പോപ്പുലർ ഫ്രണ്ട് നേതാക്കന്മാരായിട്ടുള്ള മുഹമ്മദ് ബിലാൽ, റിയാസുദ്ദീൻ തുടങ്ങിയവരുടെ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ട് NIA സ്പെഷ്യൽ കോടതി ജഡ്ജ് PK മോഹൻദാസ് പുറപ്പെടുവിച്ച കോടതി ഉത്തരവുണ്ട്. ആ ഉത്തരവിലെ ചില കാര്യങ്ങൾ എന്ന് പറയുന്നത് വളരെയധികം ഞെട്ടിക്കുന്നതാണ്. അക്ഷരാർത്ഥത്തിൽ നമ്മൾ ആ റിപ്പോർട്ടിലൂടെ, പ്രത്യേകിച്ച് NIA കോടതിയിൽ സമർപ്പിച്ച ഒരു റിപ്പോർട്ടുണ്ട്, പോപ്പുലർ ഫ്രണ്ടിൻ്റെ ആക്ടിവിറ്റീസിനെ സംബന്ധിച്ച് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ട്. ആ റിപ്പോർട്ടിലൂടെ പോകുമ്പോൾ കേരളം അക്ഷരാർത്ഥത്തിൽ ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ നിരോധനത്തിന് മുമ്പ് ഒരു അഗ്നിപർവ്വതത്തിൻ്റെ മുകളിലായിരുന്നു എന്ന ഒരു നടുക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഞാൻ ആ കോടതി ഉത്തരവിലെ ഒരു 2 മുതൽ 17 വരെയുള്ള ഒരു പാരഗ്രാഫിലെ ചില വസ്തുതകൾ ആദ്യമേ തന്നെ ഒന്ന് അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് തുടർന്ന് ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് എനിക്ക് തോന്നുന്നു. കോടതി തുടക്കത്തിലെ പാരഗ്രാഫുകളിൽ കൃത്യമായിട്ടും പറയുന്നുണ്ട്, ഈ NIA PFI സംബന്ധിച്ച് NIA സമർപ്പിച്ച ഒരു ഫൈനൽ റിപ്പോർട്ടിനെ കോടതി ഈ ഉത്തരവിൽ പരാമർശിക്കുന്നുണ്ട്. അതിൽ വളരെ കൃത്യമായിട്ടും പറയുന്നുണ്ട് PFI ഒരു ഭീകര സംഘടനയാണ്. അതായത് ഈ PFI നേതാക്കന്മാർ അല്ലെങ്കിൽ PFI പ്രവർത്തകർ എന്ന് പറയുന്നത് മുൻപ് കേന്ദ്ര സർക്കാർ നിരോധിച്ച സിമി എന്ന് പറയുന്ന ഭീകര സംഘടനയിലെ അംഗങ്ങളായിരുന്നു. അവർക്ക് വളരെ കൃത്യമായിട്ടും അന്താരാഷ്ട്ര ഭീകര സംഘടനകൾ, അത് ഏതൊക്കെയാണെന്ന് കൃത്യമായിട്ട് കോടതി പറയുന്നുണ്ട്. ലഷ്കർ-ഇ-തോയ്ബ, ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് ഇറാഖ് ആൻഡ് സിറിയ, അൽ-ഖ്വയ്ദ പോലുള്ള അന്താരാഷ്ട്ര ഭീകര സംഘടനകളുമായി വളരെ കൃത്യമായിട്ടുള്ളൊരു ഓപ്പറേഷണൽ നെറ്റ്വർക്ക്, വളരെ കൃത്യമായിട്ടുള്ളൊരു ബന്ധം ഈ PFIക്ക് ഉണ്ടായിരുന്നു എന്ന് NIA കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഈ PFIയിലെ പല അംഗങ്ങളും ഈ പറയുന്ന ഭീകര സംഘടനയിലെ അംഗങ്ങളായിരുന്നു എന്ന ഒരു ഞെട്ടിക്കുന്ന വസ്തുത കൂടി പുറത്തേക്ക് വരുന്നുണ്ട്. ഒപ്പം ഈ മുസ്ലിം യുവാക്കളെ ഈ ഇത്തരത്തിലുള്ള ഭീകര സംഘടനകളിലേക്ക് ചേർക്കുവാനുള്ള ഒരു കേരളത്തിലെ ഒരു റിക്രൂട്ടിംഗ് ഏജൻസിയായിട്ട് ഈ PFI പ്രവർത്തിച്ചിരുന്നു എന്ന് പറയുന്ന ഒരു നടുക്കുന്ന ഒരു കാര്യം ഈ കോടതി ഉത്തരവിലെ 2ാമത്തെ പാരഗ്രാഫിൽ പറയുന്നുണ്ട്. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ സാധാരണക്കാരായിട്ടുള്ള മുസ്ലിങ്ങൾ, നിഷ്കളങ്കരായിട്ടുള്ള മുസ്ലിങ്ങളുടെ ഇടയിൽ രാജ്യത്തിനെതിരെയുള്ള ഒരു ചിന്ത വളർത്തുക, അല്ലെങ്കിൽ ഗവൺമെൻറ്റിനെതിരെ തിരിയാൻ പ്രേരിപ്പിക്കുക, ഗവൺമെൻറ്റിനെതിരെ യുദ്ധം ചെയ്യുക അല്ലെങ്കിൽ ചിന്തിക്കുക, അത്തരത്തിലുള്ള കാര്യങ്ങൾ, വിഷലിപ്തമായിട്ടുള്ള തെറ്റിദ്ധാരണ പരത്തുന്ന ചിന്തകൾ സാധാരണക്കാരായിട്ടുള്ള മുസ്ലിങ്ങളുടെ ഇടയിലേക്ക് ഇഞ്ചക്റ്റ് ചെയ്യാൻ PFI ശ്രമിച്ചിരുന്നു. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ
പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു എന്നൊരു കാര്യം കൂടി ഈ വിധിന്യായത്തിൽ പറയുന്നുണ്ട്. മറ്റൊരു കാര്യം കൂടിയുണ്ട്, ഞാനിത് പറയാനുള്ളൊരു പ്രധാനപ്പെട്ട ഒരു കാരണം, ഈ ഒരു വർഷം വളരെയധികം പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് 2006 PFI ഫോം ചെയ്തത്. 2006 ഓർക്കുക, ഞാൻ ഈ പറയുന്ന 17 വരെയുള്ള പാരഗ്രാഫിലെ കാര്യങ്ങൾ പറഞ്ഞു കഴിയുമ്പോൾ ഈ 2006 മുതൽ 2022 വരെ ഇത്രത്തോളം വളരെ ഈസി ആയിട്ട് PFI എങ്ങനെ ഈ ഭീകര പ്രവർത്തനങ്ങൾ കേരളത്തിൻ്റെ ഉള്ളിൽ പ്ലാൻ ചെയ്തു എന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞെട്ടിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും പൊളിറ്റിക്കലി ചില പിന്തുണ ലഭിക്കാതെ ഈ പറയുന്ന കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ സാധിക്കില്ല. അതായത് കോടതി പറയുന്നുണ്ട്, 2006 3 സംഘടനകളുടെ ഒരു കൂട്ടായ്മയിലാണ് പോപ്പുലർ ഫ്രണ്ട് ജന്മം കൊള്ളുന്നത്. അതായത് കേരളത്തിലെ നാഷണൽ ഡെമോക്രാറ്റിക് ഫ്രണ്ട് NDF എന്ന് പറയുന്ന നാഷണൽ ഡെമോക്രാറ്റിക് ഫ്രണ്ട്, ഒപ്പം തന്നെ തമിഴ്നാട്ടിലെ മനീത നീതി പസാരി എന്ന് പറയുന്ന സംഘടന, ഒപ്പം കർണാടക ഫോറം ഫോർ ഡിഗ്നിറ്റി എന്ന് പറയുന്ന ഈ 3 സംഘടനകളുടെ കൂട്ടായ്മയിലാണ് 2006 വർഷങ്ങൾക്ക് മുമ്പ് PFI എന്ന കൊടും ഭീകര സംഘടന കേരളത്തിൽ ജന്മമെടുക്കുന്നത്. ഇനി അതിൽ തന്നെ കോടതിയുടെ ഓർഡറിൽ പറയുന്നൊരു കാര്യമുണ്ട്, ഈ 3 സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ ഒരു സ്ട്രോങ്ങസ്റ്റ് പ്രസൻസ്, ഏറ്റവും വലിയൊരു പ്രസൻസ് PFIക്ക് ഉണ്ടായിരുന്നത് കേരളത്തിലായിരുന്നു എന്ന ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. ഇനി ആ PFIയുടെ ഒരു ഓർഗനൈസേഷൻ സെറ്റപ്പ് കൂടി പറയുന്നുണ്ട്. അതായത് അവർക്ക് യൂണിറ്റ് കമ്മിറ്റി ഉണ്ടായിരുന്നു, ഏരിയ കമ്മിറ്റി ഉണ്ടായിരുന്നു, ഡിസ്ട്രിക്ട് കമ്മിറ്റി, സ്റ്റേറ്റ് ജനറൽ അസംബ്ലി, സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി, സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ്, നാഷണൽ ജനറൽ അസംബ്ലി, നാഷണൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി, സെൻട്രൽ സെക്രട്ടേറിയറ്റ്. ഈ 15 അംഗ നാഷണൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ് PFIയുടെ ഒരു സുപ്രീം ഡിസിഷൻ മേക്കിംഗ് ബോഡി എന്ന് പറയുന്നത്. അപ്പോൾ വളരെ വെൽ ഓർഗനൈസ്ഡ് ആയിട്ടായിരുന്നു നമ്മുടെ ഇടയിൽ ഈ ഭീകര സംഘടന പ്രവർത്തിച്ചിരുന്നത്. ഇനി ഞാൻ ഏറ്റവും കൂടുതൽ നമ്മളിനി സ്പെസിഫൈ ചെയ്യേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. ഇവരുടെ പൊളിറ്റിക്കൽ വിങ്, സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ SDP എന്ന് പറയുന്ന ഇവരുടെ പൊളിറ്റിക്കൽ വിങ്ങിനെ കുറിച്ച് വളരെ പ്രത്യേകമായിട്ടും NIA സമർപ്പിച്ച ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇനി നമുക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ ഒരു പ്രധാനപ്പെട്ടൊരു കാര്യമാണ് PFIയുടെ ആത്യന്തികമായിട്ടുള്ള ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് 2047 ഇന്ത്യയെ ഇസ്ലാമിക ഭരണത്തിൻ്റെ കീഴിൽ കൊണ്ടുവരിക, ഇന്ത്യയിലെ ജനാധിപത്യ സംവിധാനങ്ങൾ അട്ടിമറിച്ച് ഇവിടെ ഒരു ഇസ്ലാമിക ഭരണം കൊണ്ടുവരിക. അത് 2047 എന്ന ഒരു വർഷമാണ് PFI ടാർഗറ്റ് ചെയ്തിരുന്നത്. അതിൽ വളരെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഒരു പ്രോസസ്സിലൂടെയാണ് PFI കടന്നുപോയത്. അത് എന്തൊക്കെയായിരുന്നു എന്ന് ഞാനൊന്ന് വായിക്കാൻ NIA സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. intended to unite Muslims under the flag of PFI. അതായിരുന്നു അവരുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. എൻഡ്യൂർ മാസ് മൊബിലൈസേഷൻ അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് PFI. PFIനെ ഒരു മുസ്ലിങ്ങളുടെ ഒരു നേതൃനിരയിലേക്ക് കൊണ്ടുവരിക, അവരുടെ കീഴിൽ മുസ്ലിം ജനതയുടെ ഒരു മാസ് മൊബിലൈസേഷൻ പ്രാവർത്തികമാക്കുക. ഫോം ക്ലോസ് അലയൻസ് വിത്ത്, അടുത്തൊരു സെൻറ്റൻസ് വളരെ പ്രധാനപ്പെട്ടതാണ്, ഫോം ക്ലോസ് അലയൻസ് വിത്ത് SCs, STs, OBCs ത്രൂ ദർ പൊളിറ്റിക്കൽ വിങ് SDP. അതായത് അവരുടെ രാഷ്ട്രീയ മുഖമായിട്ടുള്ള SDP-യിലൂടെ SC വിഭാഗത്തിൽപ്പെട്ട, ST വിഭാഗത്തിൽപ്പെട്ട, OBC വിഭാഗത്തിൽപ്പെട്ടവരുമായിട്ടൊരു ക്ലോസ് അലയൻസ് ഫോം ചെയ്യുക. ആൻഡ് വിൻ എലക്ഷൻ ഇൻ ഫ്യൂ സീറ്റ്സ്, അതായത് ഇലക്ഷനിൽ പങ്കെടുക്കുക, ചില സീറ്റുകൾ ജയിച്ചെടുക്കുക. ക്രിയേറ്റ് സ്പ്ലിറ്റ് ബിറ്റ്വീൻ ദ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ്സ് ഇൻ ദ സൊസൈറ്റി. പ്രൊജക്ട് ദി സ്ട്രെങ്ത് ഓഫ് PFI ത്രൂ യൂണിഫോംഡ് മാർച്ച് ആൻഡ് ഫിസിക്കലി ഇൻ്റർവീനിങ് ഇൻ ദി ഡിഫൈൻസ് ഓഫ് മുസ്ലിം കമ്മ്യൂണിറ്റി ആൻഡ് സ്റ്റോക്ക് പൈലിംഗ് ഓഫ് വെപ്പൺസ് ആൻഡ് എക്സ്പ്ലോസീവ്സ്. ഇത്രയും സ്റ്റെപ്പുകളിലൂടെയാണ് ഇവർ കടന്നുപോയിക്കൊണ്ടിരുന്നത്. ഇനി ഏറ്റവും ലാസ്റ്റത്തെ ഒരു സ്റ്റേജാണ് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടത്. ഫൈനലി ഇൻ ദ ഫോർത്ത്, 4ാമത്തെ സ്റ്റേജാണ്. അതായത് 2047 ഇന്ത്യയെ ഇസ്ലാമിക ഭരണത്തിൻ്റെ കീഴിൽ കൊണ്ടുവരാൻ PFI ലക്ഷ്യം വെച്ച 4ാമത്തെ സ്റ്റെപ്പ് ഇതാണ്. ഫൈനലി ഇൻ ദ ഫോർത്ത് ആൻഡ് ഫൈനൽ സ്റ്റേജ് PFI ഹാസ് പ്ലാൻഡ് ദ പാർട്ടി SDP ഷുഡ് ബിക്കം ദി അൺഡിസ്പ്യൂട്ടഡ് ലീഡർ ആൻഡ് റെപ്രസെൻറ്റേറ്റീവ് ഓഫ് എൻറ്റയർ മുസ്ലിം കമ്മ്യൂണിറ്റി ബൈ സൈഡ്ലൈനിങ് ഓൾ അതർ മുസ്ലിം ഓർഗനൈസേഷൻസ്, ഗെയിൻ പൊളിറ്റിക്കൽ പവർ, ഇൻക്ലൂഡ് ദ ലോയൽ കേഡേഴ്സ് ഇൻ ദ ജുഡീഷ്യറി, ആർമി, പോലീസ്, എലിമിനേറ്റ് ദോസ് ഗോ അഗെയിൻസ്റ്റ് ദ ഇൻട്രസ്റ്റ് of PFI, recruit enough trained cadres and stockpiling of arms to declare new constitution and based on Islamic principle. അതായത് SDP എന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടി, അതായത് അവരൊരു അൺഡിസ്പ്യൂട്ടഡ്, മുസ്ലിങ്ങളുടെ ഒരു അൺഡിസ്പ്യൂട്ടഡ് ഒരു പാർട്ടിയായിട്ട്, അവരുടെ മാത്രം പാർട്ടിയായിട്ട് കൊണ്ടുവരും, മറ്റെല്ലാം മുസ്ലിം ഓർഗനൈസേഷനെയും സൈഡ് ലൈൻ ചെയ്യുക. ജുഡീഷ്യറിയിലും ആർമിയിലും പോലീസിലും അവരുടേതായിട്ടുള്ള അവരുടെ അനുഭാവികളെ തിരികെ കയറ്റുക. ഒപ്പം തന്നെ പുതിയൊരു കോൺസ്റ്റിറ്റ്യൂഷൻ, ഇസ്ലാമിക് പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ടുള്ള പുതിയൊരു കോൺസ്റ്റിറ്റ്യൂഷൻ കൊണ്ടുവരിക. ഇതായിരുന്നു ഇവരുടെ 4ാമത്തെ സ്റ്റേജ്. അതായത് 2047 ഇന്ത്യ ഇസ്ലാമിക ഭരണത്തിലേക്ക് കൊണ്ടുവരിക എന്നതിൻ്റെ 4ാമത്തെ സ്റ്റേജിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധമായിരുന്നു ഇവരുടെ പൊളിറ്റിക്കൽ വിങ്ങായിട്ടുള്ള SDP. ഇതെൻ്റെ വാക്കുകളല്ല, ഈ പറയുന്ന കോടതി ഉത്തരവിൽ കൃത്യമായിട്ട് എന്നെ പറഞ്ഞിട്ടുണ്ട്. 2 കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു 950ഓളം പേരുടെ ഒരു ഹിറ്റ് ലിസ്റ്റ്, അത് ഇതര മതസ്ഥരായിട്ടുള്ളവരുടെ ഹിറ്റ് ലിസ്റ്റാണ് അവർ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവരത് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായിട്ടും NIA പറയുന്നുണ്ട്. ഇവർക്ക് 3 വിങ്ങാണ് ഉണ്ടായിരുന്നത്. അതായത് റിപ്പോർട്ടേഴ്സ് വിങ്, ഫിസിക്കൽ ആൻഡ് ആംസ് ട്രെയിനിങ് വിങ്, അത് PE വിങ് എന്നാണ് അറിയപ്പെടുന്നത്, സർവീസ് വിങ്. ഈ റിപ്പോർട്ടേഴ്സ് വിങ്ങാണ് നമ്മൾ
ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഇവർ ടാർഗറ്റ് ചെയ്ത വ്യക്തികളുടെ കൃത്യമായിട്ടുള്ള ഡേറ്റ, അതായത് അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ മുതൽ ഇവരുടെ വീട് എവിടെ, ഇവരുടെ അഡ്രസ്സ് എവിടെ, ഇവരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ആരൊക്കെ, ഇവരുടെ ബന്ധുക്കൾ എവിടെയാണ്, ഇവരുടെ കുട്ടികൾ എവിടെ പഠിക്കുന്നു, ഇവരുടെ ഫോട്ടോ, ആധാർ കാർഡ്, വോട്ടിംഗ് കാർഡ്, അങ്ങനെ A to Z ഡേറ്റ ഈ റിപ്പോർട്ടേഴ്സ് വിങ് സമാഹരിക്കും. അതിനുശേഷം ഇവർ അത് നേരെ ഈ പറയുന്ന സർവീസ് വിങ്ങിന് കൊടുക്കും, ഹിറ്റ് വിങ്ങിന് കൊടുക്കും. അവർ ടാർഗറ്റ് ചെയ്യുന്ന വ്യക്തികളെ സമയമാകുമ്പോൾ ഇവർ കൊലപ്പെടുത്തും. അതായത് ഇവരുടെ ദാറുൽ ഖാസ എന്നൊക്കെ പറയുന്ന ഇവരുടെ ഒരു കോടതിയൊക്കെ ഉണ്ട്. ആ കോടതിയുടെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന ടാർഗറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന വ്യക്തികളെ ഇവർ കൊലപ്പെടുത്തും. അപ്പോൾ റിപ്പോർട്ടേഴ്സ് വിങ് ശരിക്കും പറഞ്ഞാൽ PFIയുടെ ഒരു ഇൻ്റലിജൻസ് സംവിധാനമാണ്. അത് നമുക്കിടയിൽ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. അവർ ടാർഗറ്റ് ചെയ്യുന്ന ഓരോ വ്യക്തികളുടെ നീക്കങ്ങൾ കൃത്യമായി മോണിറ്റർ ചെയ്ത് കൊല്ലേണ്ട സമയത്ത് കൃത്യമായും ഈ സർവീസ് വിങ്ങിന് നിർദ്ദേശം കൊടുക്കും. ഈ പറയുന്ന ട്രെയിൻ വിങ്, അതായത് വളരെയധികം കൃത്യമായിട്ടുള്ള ട്രെയിനിങ്, ആയുധപരമായിട്ടുള്ള ട്രെയിനിങ് ഒക്കെ അതിക്രൂരമായി എങ്ങനെ കൊലപ്പെടുത്താം എന്നതിനെ സംബന്ധിച്ചുള്ള ട്രെയിനിങ് ഒക്കെ കൊടുത്തിരുന്നു. പിന്നെ ചില ട്രസ്റ്റുകളൊക്കെ നമ്മളൊരു നിലപാടിൽ ചർച്ച ചെയ്താണ്, ചില ട്രസ്റ്റുകളൊക്കെ ഒരു ഫോം ചെയ്യും. അതായത് ഇവരുടെ സീക്രട്ട് മീറ്റിങ്ങുകളൊക്കെ ഫോം ചെയ്യാൻ വേണ്ടി ചില ഡേറ്റകൾ കൂടിയുണ്ട്. എനിക്ക് തോന്നുന്നു അടുത്ത ഘട്ടത്തിൽ ഞാനത് പങ്കുവയ്ക്കാം, കാരണം സമയം അല്പം അതിക്രമിച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ റോബിനിലേക്ക് ഞാൻ വരികയാണ്. റോബിൻ, കുറേ കാര്യങ്ങൾ കൂടി പങ്കുവയ്ക്കാനുണ്ട്. പക്ഷേ നമ്മളിത് വായിച്ചു കഴിയുമ്പോൾ അക്ഷരാർത്ഥത്തിൽ നാം ഞെട്ടിപ്പോവുകയാണ്. നമ്മുടെ ചുറ്റിലും PFIയുടെ സ്ലീപ്പർ സെല്ലുകൾ ഉണ്ടായിരുന്നു. എത്രത്തോളം വളരെ സ്ട്രക്ചേർഡായിട്ട് പ്രൊഫഷണലായിട്ടാണ് നമ്മുടെ ഇടയിൽ കേരളത്തിൽ ഇവർ ഈ ഭീകരപ്രവർത്തനം ഏകോപിപ്പിച്ചത്, ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യുവാൻ വേണ്ടി. അത്തരത്തിൽ നാം ചിന്തിച്ചു നോക്കുമ്പോൾ കൃത്യമായിട്ടൊരു പൊളിറ്റിക്കൽ സപ്പോർട്ട് കിട്ടാതെ ഈ 2006 മുതൽ 2022 വരെ ഇവർക്ക് ഇത്തരത്തിൽ കേരളത്തിൽ പ്രവർത്തിക്കാൻ സാധിക്കുമായിരുന്നു. അക്ഷരാർത്ഥത്തിൽ നാം പറയുകയാണെങ്കിൽ ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൻ്റെ അല്ലെങ്കിൽ പ്രീണന രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രതിഫലനമായിരുന്നില്ലേ ഈ PFIയുടെ കേരളത്തിലെ വളർച്ച? എനിക്ക് തോന്നുന്നു നമ്മളെ ഈ ഓർഗനൈസേഷണൽ സെറ്റപ്പ് അത് ഇംപ്ലിമെൻറ്റ് ചെയ്ത രീതി, ഇത് രണ്ടും PFIക്ക് എങ്ങനെ കിട്ടിയെന്ന് നോക്കുമ്പോൾ വളരെ നിസ്സാരമാണ്. എന്ന് വെച്ചാൽ ഇസ്ലാമിക രാജ്യങ്ങളിൽ ഏത് രീതിയിലാണോ ഇവർ വളരുന്നത്, ഏത് രീതിയിലാണോ ഇവർ ഓർഗനൈസ് ചെയ്യുന്നത്, ഏത് രീതിയിലാണോ പൊളിറ്റിക്കൽ ഇസ്ലാം അവിടെ പവർ പിടിച്ചെടുക്കുന്നത്, അതേ രീതിയും അതേ സ്ട്രക്ചറും തന്നെയാണ് ഇവർ ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്തേക്കുന്നത്. ഒരു വ്യത്യാസം, അത് നമ്മുടെ ഒരു ഇൻഡിജിനസ് ആയ രീതിയിലേക്ക് ഇച്ചിരിയും കൂടെ ഒരു ഇൻ്റഗ്രേറ്റ് ചെയ്ത് അവരത് ചെയ്തു എന്നേ ഉള്ളൂ. പക്ഷേ ഈ സെറ്റപ്പ് മൊത്തം വളരെ കൃത്യമായിട്ടും അവരാ ചെയ്തേക്കുന്ന കാര്യങ്ങളെല്ലാം ഇസ്ലാമിക രാജ്യങ്ങളിൽ ഇവരെങ്ങനെ ചെയ്തോ അങ്ങനെ തന്നെയാണ് ഇവർ ചെയ്തേക്കുന്നത്. ഇപ്പം നമ്മൾ നോക്കുക, ഇപ്പോൾ നമ്മൾ വിചാരിക്കും ഒരു പക്ഷേ RSSൻ്റെ, അതാണ് നമ്മൾ പലപ്പോഴും ഇവരെ അസസ് ചെയ്യുമ്പോൾ പലപ്പോഴും നമുക്ക് പറ്റുന്ന ഒരു അബദ്ധമാണിത്. എന്ന് വെച്ചാൽ RSSനെ കണ്ടാണ് ഇവരുടെ കേഡറുകളെ ഉണ്ടാക്കിയേക്കുന്നത്, PFIയുടെ കേഡറുകളെ ഉണ്ടാക്കിയേക്കുന്നത് കൊലപ്പെടുത്താൻ എന്നൊക്കെ ഉള്ളത്. പക്ഷേ അവരുടെ കേഡറുകൾക്ക് കൊടുത്തേക്കുന്ന ആ ഒരു പരിശീലനത്തെ നമ്മൾ അസസ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാകും. ഒരു പ്രാവശ്യം നമ്മൾ ചർച്ച ചെയ്തതാണ്, ഈ തീവ്രവാദ പ്രസ്ഥാനങ്ങൾ 6 മാർഗങ്ങളിലൂടെ ഇവരെ എങ്ങനെ വളർത്തിയെടുക്കുന്നു, പരിശീലനം കൊടുക്കുന്നു, ആയുധ പരിശീലനം കൊടുക്കുന്നത്, ഗറില്ല വാർ, അങ്ങനെ പരിശീലനം കൊടുക്കുന്ന അതേ സെറ്റപ്പാണ്. ശരിക്കും RSSനെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല ഇവർക്ക്. കാരണം ഇവർ ബന്ധപ്പെട്ടിരിക്കുന്നു, ഇപ്പോൾ അതിനുള്ളിൽ തന്നെ പറയുന്നുണ്ട് ഇവർ ഏതൊക്കെ തീവ്രവാദ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സിറിയയിലെ, ഇറാഖിലെ, അതുപോലെ തന്നെ അൽഖ്വയ്ദ, അങ്ങനെയുള്ള തീവ്രവാദ പ്രസ്ഥാനങ്ങളുമായിട്ടല്ല ഇവർ ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ കൃത്യമായിട്ടും ഇവർക്ക് പരിശീലനത്തിന് ആളുകളെ പരിശീലിപ്പിച്ചെടുക്കാൻ കൃത്യമായിട്ട് ഇവർക്ക് ഓൾറെഡി തന്നെ ഇൻവെൻറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു വലിയ ഡാറ്റയും ഒരു രീതിയും എല്ലാം ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഈ പറയുന്നത് പോലെ എന്ന് വെച്ചാൽ അവരത് ചെയ്യുന്നത്, ഇപ്പോൾ നമ്മൾ ഈ കെമിസ്ട്രിയിൽ പറയും H2O, ജലത്തിന് ഹൈഡ്രജനും ഓക്സിജനും സമ്മേളിച്ച് H2O ജലം ഉണ്ടാകുന്നതെന്ന് പറയുന്നത് പോലെ ഒരു വശത്തുകൂടെ തീവ്രവാദം കുത്തിവെച്ച് മറുവശത്തുകൂടെ ആയുധ പരിശീലനവും കൊടുത്ത് ഇങ്ങനെ സമ്മേളിപ്പിച്ച് ഭീകരന്മാരെ സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളത് ഇവർക്ക് ആരും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതിന് ലോകത്തിലെ ഏറ്റവും വലിയ ശാസ്ത്രജ്ഞന്മാർ ഇവർ തന്നെയാണ് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തിലും ഇത് ഏറ്റവും വ്യക്തമായിട്ട് കണ്ടുപിടിച്ചേക്കുന്ന ആളുകൾ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ പറഞ്ഞേക്കുന്ന ഇവരുടെ ആയുധ പരിശീലനത്തിൻ്റെ കാര്യം, ഓർഗനൈസേഷണൽ സെറ്റപ്പിൻ്റെ കാര്യം, ഇതെല്ലാം വളരെ കൃത്യമായിട്ടും ഇവർ മറ്റ് ഇസ്ലാമിക രാജ്യങ്ങളിലെ തീവ്രവാദ പ്രസ്ഥാനങ്ങൾ ചെയ്തു വെച്ച കാര്യങ്ങളിൽ നിന്ന് തന്നെയാണ് അഡാപ്റ്റ് ചെയ്തേക്കുന്നത് എന്നുള്ളതാണ് പ്രധാനം. പിന്നെ അത് അവർ ഇന്ത്യയിലേക്ക് പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചത് ബാക്ക്വേർഡ് ക്ലാസിനെ കൂടി. അപ്പോഴാണ് നമ്മൾ കോൺഗ്രസിനെ ആലോചിക്കും. കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഇന്ന് ഇന്ത്യയിൽ കയറി വരാൻ ശ്രമിക്കുന്ന ബാക്ക്വേർഡ് ക്ലാസിൻ്റെ അതിൻ്റെ സെൻസസ് എടുക്കുക എന്നൊക്കെ പറഞ്ഞ് ഈ ബാക്ക്വേർഡ് ക്ലാസിനെ അതിനെ ഉയർത്തിക്കാട്ടി രാഷ്ട്രീയത്തിലേക്ക് വരാൻ ശ്രമിക്കുന്ന അതേ സ്ട്രാറ്റജി തന്നെയാണ് ഈ PFIയും ഇവിടെ നടപ്പിലാക്കാൻ ശ്രമിച്ചത്. ഈ കേരളത്തിലുള്ള ബാക്ക്വേർഡ് ക്ലാസിനെ കൂടെ നിർത്തുക, ഇസ്ലാമിനെ കൂടെ നിർത്തുക, അതുവഴി ഒരു വലിയ വോട്ട് ബാങ്ക്, വോട്ട് ഷെയർ അവർക്ക് കിട്ടുന്നു, അങ്ങനെ അധികാരത്തിലേക്ക് വരാം. ഇന്ത്യയിൽ നോക്കുമ്പോൾ അവർ കൃത്യമാണ്, കാരണം ഇന്ത്യയിൽ ബാക്ക്വേർഡ് ക്ലാസ് ഭൂരിപക്ഷമാണ്. ആ ബാക്ക്വേർഡ് ക്ലാസിനെ കൂടെ നിർത്തി, ഇസ്ലാമിനെയും കൂടെ നിർത്തി, ഏകദേശം 15-16% ഇസ്ലാമിനെയും കൂടെ നിർത്തി കഴിഞ്ഞാൽ അധികാരം പിടിച്ചെടുക്കുക എളുപ്പമാണ്. അപ്പോൾ അവർ 47ലേക്ക് കൃത്യമായ സ്ട്രാറ്റജിയാണ് അവർ മുന്നിൽ കണ്ടത് എന്നുള്ളത് ഈ റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട്, ആരൊക്കെ കൂടെ നിർത്താൻ ശ്രമിച്ചതെന്നുള്ളത്.
പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഇവിടെ ഇംപ്ലിമെൻ്റ് ചെയ്ത രീതി നോക്കുക. ഇപ്പം ഏറ്റവും നിസ്സാരം ഞാൻ പറയാം, ലവ് ജിഹാദ്. ലവ് ജിഹാദിൻ്റെ ഒരു കാര്യം നടന്നത് നോക്കുക. ഈ ലവ് ജിഹാദ് നമ്മൾ വിചാരിക്കും കേരളത്തിൽ മാത്രം ഇവർ ചെയ്ത ഒരു സംഗതി. കേരളത്തിൽ അല്ല ഈ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഈ സ്ട്രാറ്റജി വളരെ കൃത്യമായി പാകിസ്ഥാനിൽ ചെയ്ത് വിജയിപ്പിച്ചെടുത്ത സ്ട്രാറ്റജിയാണ് ലവ് ജിഹാദ്. ഇത് ഈജിപ്ത് എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ പ്രാന്തപ്രദേശങ്ങളിൽ ചെയ്ത് വിജയിപ്പിച്ചെടുത്ത സ്ട്രാറ്റജിയാണത്. അതേ സ്ട്രാറ്റജി ഇവിടെ കൊണ്ട് ഇംപ്ലിമെൻ്റ് ചെയ്യുകയാണ് ചെയ്തത് എന്നുള്ളതാണ്. പിന്നെ ഇവർക്ക് പറ്റിയ ഒരു അമളി, ഇവർ മറ്റുള്ളവരെ ഈ റിപ്പോർട്ടർമാരെ വെച്ച് ഈ സെർച്ച് ചെയ്തും നോക്കിയും റിപ്പോർട്ട് എടുത്തുകൊണ്ട് ഇരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇവരുടെ റിപ്പോർട്ടും ആളുകൾ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ മാത്രം ഇവർക്കൊരു ഇച്ചിരി അമളി പറ്റിയെന്നുള്ളൂ. ബാക്കിയെല്ലാം ഇവർ വളരെ കൃത്യമായിട്ട് ആസൂത്രണം ചെയ്ത് കൃത്യമായിട്ട് തന്നെ നടപ്പിലാക്കി എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ, ഇപ്പോൾ ലീഗും കോൺഗ്രസും, ലീഗായിരുന്നു കോൺഗ്രസിൻ്റെ കാലത്ത് കൃത്യമായി ഭരിച്ച ആ സമയത്ത് കൃത്യമായിട്ട് ഇവർ ഉയർന്നു വരുന്ന സാഹചര്യമുണ്ടായി. ഒരു നാഷണൽ ലെവലിൽ ലീഗിന് ഇന്നേ വരെ മുസ്ലിം സംഘടനകളെ മുഴുവൻ ഒരുമിച്ച് നിർത്തി ഒരു നാഷണൽ പാർട്ടിയായിട്ട് ഉയർന്നു വരാൻ ഇന്നും കഴിഞ്ഞിട്ടില്ല. ഈ PFI വളരെ പെട്ടെന്ന്, വളരെ തകൃതിയായിട്ട്, വളരെ പെട്ടെന്ന് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഉള്ളിൽ അത് നമ്മൾ കൂട്ടി വായിക്കേണ്ട എവിടെയാണെന്ന് വെച്ചാൽ ഇതിനുള്ളിൽ പറയുന്നൊരു കാര്യമുണ്ട്. സിമിയുടെ പല പ്രവർത്തിച്ചിരുന്ന പല ആളുകളും ഇതിൻ്റെ കേഡറുകളിൽ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോഴാണ് ഇത് ഒരു സമയത്ത് ലീഗിൻ്റെ കേഡറിൽ പ്രവർത്തിക്കുന്നതായിരിക്കാം, അത് കഴിഞ്ഞ് ഇത് ഉയർന്നു വന്നാൽ ഇതിൻ്റെ കേഡറിലേക്ക് ചേക്കേറുന്നവരായിരിക്കാം. അങ്ങനെ ഇതിൻ്റെ അണ്ടറിൽ നമ്മൾ അങ്ങനെ ആരെയും മാറ്റി നിർത്തേണ്ട ആവശ്യമില്ല. എനിക്ക് തോന്നുന്നത് ഇങ്ങനെയുള്ള ഈ ഒരു കാര്യത്തിൽ എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നു എന്നുള്ള ഒരു വസ്തുതയാണ്. കാരണം അത് ഇവിടെ മാത്രമല്ല, ഇൻ്റർനാഷണലായിട്ട് ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ പഠിക്കുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യം, പലപ്പോഴും പലരും സെക്കുലറായിട്ടായിരിക്കും നിൽക്കുന്നത്. ഒരു ഘട്ടം എത്തിക്കഴിയുമ്പോൾ ആ സെക്കുലറിസം ഒക്കെ മാറ്റി വയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും ഇതിൻ്റെ ഇടയിൽ. അപ്പോൾ അത് പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഒരു സ്ട്രാറ്റജിയാണ്. അങ്ങനെയാണ്. അപ്പോൾ ഇനി ഇവിടെ നിന്ന് നമ്മൾ ഇപ്പോൾ PFIയെ എല്ലാം അറസ്റ്റ് ചെയ്ത് PFI ഇല്ലാതാകുന്ന സാഹചര്യം ഉണ്ടായി. ഈ സിമിയിൽ നിന്നും PFIയിലേക്ക് ചേക്കേറി ഇനി അവിടെ നിന്നും എവിടേക്ക് ചേക്കേറി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിൻ്റെ കൂടെ നമ്മൾ ഒരു കാര്യവും കൂടെ ഓർത്തു വെക്കണം എന്ന് വെച്ചാൽ 47-ലെ ഇന്ത്യ ഭരണം പിടിച്ചെടുക്കുന്ന ആ ഒരവസ്ഥ. ഇനി നോക്കുക, നേരെ കോൺഗ്രസ് ഇപ്രാവശ്യം വെൽഫെയർ പാർട്ടിയുമായിട്ട് അഫിലിയേറ്റ് ചെയ്യുന്ന സാഹചര്യം എന്ന് വെച്ചാൽ അവരുടെ സഹായം സ്വീകരിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഇതേ കോൺഗ്രസ് പാർട്ടിയുടെ കാലത്ത് PFI വളർന്ന് പന്തലിച്ചു. അത് കഴിഞ്ഞ് ഇടതുപക്ഷത്തിൻ്റെ കാലത്ത് അതും കൂടുതൽ വളർന്നു. അതിനുശേഷം BJP അതിനെ ഒതുക്കുന്ന സാഹചര്യമുണ്ടായി. രണ്ടാമത് കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം വീണ്ടും അതുപോലെ തന്നെ ഒരു തീവ്രവാദ പ്രസ്ഥാനത്തെ വളർത്തുന്ന സാഹചര്യം കുഴിച്ചിട്ടേക്കാണ്. അത് വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ ജമായത്തെ ഇസ്ലാമി എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം. എങ്ങനെയാണ് ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ് ഇതിനെ വളർത്തിയത് എന്നുള്ളതിന് ഇതിലും വലിയ ഒരു തെളിവൊന്നും വേണ്ട. കാരണം ഇതിൻ്റെ അടുത്ത രാഷ്ട്രീയ പ്രസ്ഥാനത്തെ വളർത്തുകയാണ്. ഇനി അടുത്ത കോൺഗ്രസ് വന്നു കഴിഞ്ഞാൽ ആ കാലം കൊണ്ട് ഇവർ പടർന്ന് പന്തിരിക്കും. അപ്പോൾ സിമിയിൽ നിന്നും PFIയിലേക്ക് ചേക്കേറി, PFIയിൽ നിന്നും എവിടേക്ക് ചേക്കേറി? അവിടെ പ്രവർത്തകർ കൃത്യമാണ് ജമാഅത്തെ ഇസ്ലാമിയിലേക്ക് ചേക്കേറി. ജമാഅത്തെ ഇസ്ലാമി എങ്ങനെയാണ് പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും അധികാരം പിടിച്ചെടുത്തത്? അതേ സ്ട്രാറ്റജിയാണ് ഈ പറയുന്ന ഈ ജമാഅത്തെ ഇസ്ലാമി കോൺഗ്രസിലൂടെ ഒരു ശക്തമായ പ്രസ്ഥാനമായി ഉയർന്നു വരുമ്പോൾ അത് തന്നെയാണ് ഈ 47-ലെ ആ സ്വപ്നം ഇനി അടുത്ത് ജമാഅത്തെ ഇസ്ലാമിയിലൂടെ പൊങ്ങി വരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ജമാഅത്തെ ഇസ്ലാമി പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും കൃത്യമായിട്ട് ഈ സ്ട്രാറ്റജി എല്ലാം പരീക്ഷിച്ച് വിജയിപ്പിച്ച് അധികാരത്തിൽ എങ്ങനെ വരണം, എങ്ങനെ തുടരണം എന്നെല്ലാം എല്ലാ നിരീക്ഷണങ്ങളും നടത്തി കൃത്യമാക്കി വെച്ചേക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. അതിനെ കോൺഗ്രസ് തന്നെ വളർത്തിക്കൊണ്ട് വരികയാണ്. വളരെ വ്യക്തമാണ്, ഈ കോൺഗ്രസും ഇടതുപക്ഷവും ചേർന്നാണ് ഇതിനെ വളർത്തിക്കൊണ്ട് വരുന്നത്. കോൺഗ്രസിനെ നമ്മളൊരു പക്ഷേ വിചാരിക്കും കോൺഗ്രസിൽ നല്ല രാഷ്ട്രീയക്കാരുണ്ടല്ലോ എന്ന്. നല്ല രാഷ്ട്രീയക്കാരുണ്ട്, ശരിയാണ്. പക്ഷേ ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലേക്ക് വരുമ്പോൾ ഇവരെല്ലാം ഈ പ്രസ്ഥാനത്തിൻ്റെ ജീർണതയുടെ ഭാഗമാകുന്നു എന്നുള്ളത് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. കേരളത്തിലെ ലവ് ജിഹാദ് വഴി കേരളത്തിലെ എത്രയോ ക്രിസ്ത്യൻ കുടുംബങ്ങൾ കണ്ണീര് കുടിച്ചാണ്. ഇപ്പോൾ ശ്രീനിവാസൻ എന്ന് പറയുന്ന ഒരു പക്ഷേ RSSൻ്റെ അനുഭാവിയായി നിൽക്കുന്ന ഒരു മനുഷ്യരെ കൊന്നു കളഞ്ഞപ്പോൾ ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഉണരുകയും ഈ PFI എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ഇല്ലായ്മ ചെയ്യുകയും ചെയ്തു എന്ന് നമുക്കറിയാം. പക്ഷേ ഇത്രയും കുടുംബങ്ങളെ, കേരളത്തിലെ കുടുംബങ്ങളെ, ക്രിസ്ത്യൻ കുടുംബങ്ങളെ കണ്ണീര് കുടിപ്പിച്ചിട്ട് ഇവിടുത്തെ ഏത് രാഷ്ട്രീയക്കാരനാണ് അതിനെതിരെ ശബ്ദമുയർത്തിയത്? ഏതെങ്കിലും എത്രയോ കുടുംബങ്ങളാണ് നശിച്ചില്ലാതായത്, എത്രയോ കുടുംബങ്ങളാണ് കണ്ണീര് കുടിച്ചത്, അതിന് കണക്കും കയ്യുമില്ല. ഏതെങ്കിലും രാഷ്ട്രീയക്കാരൻ ഇവിടെ അതിനുവേണ്ടി ശബ്ദിച്ചോ? ഇനി നോക്കുക, ഈ രാഷ്ട്രീയ പ്രസ്ഥാനം നല്ല രാഷ്ട്രീയക്കാരുണ്ട്, പക്ഷേ ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ കൂടെ ചേരുമ്പോൾ ജീർണത ഉണ്ടാകുന്നു എന്ന് പറയുന്നതിന് മറ്റൊരു ഉദാഹരണം എടുക്കാം. ഇവിടെ മുനമ്പത്തെ ഇഷ്യൂ നടന്നപ്പോൾ ക്രിസ്ത്യൻ നാമധാരികളായ ക്രിസ്ത്യാനികൾ പള്ളിയിൽ കയറിയിറങ്ങി നടക്കുന്ന, അരമനകളിൽ കയറിയിറങ്ങി നടക്കുന്ന എത്ര രാഷ്ട്രീയക്കാർ ക്രിസ്ത്യൻ നാമധാരികളായ രാഷ്ട്രീയക്കാരുണ്ടായിരുന്നു. ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ കൂടെ നിന്ന് കഴിഞ്ഞു, ഇടതുപക്ഷത്തിൻ്റെയും വലതുപക്ഷത്തിൻ്റെയും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ കൂടെ നിന്ന് കഴിഞ്ഞപ്പോൾ നട്ടെല്ല് വളച്ച് സ്വന്തം സമുദായത്തിനെ പിന്നിൽ നിന്ന് കുത്താൻ കൂട്ടുനിൽക്കേണ്ടി വന്നു, അവർക്ക് ഓച്ചാരിച്ച് നിൽക്കേണ്ടി വന്നു, അവർക്ക് ഒരു അക്ഷരം പോലും മിണ്ടാൻ കഴിയാതെ. അതാണ് നല്ല രാഷ്ട്രീയക്കാരുണ്ട്,
പക്ഷേ ഇടതുപക്ഷവും വലതുപക്ഷവും എന്ന് പറയുന്ന ഈ രണ്ട് പക്ഷങ്ങളുടെ കൂടെ നിൽക്കുമ്പോൾ ഇവരുടെ ജീർണതയും, ഇവരുടെ കൂടെ നിന്ന് കഴിയുമ്പോൾ ഇവരുടെ ജീർണത നമ്മുടെ നല്ലവരെന്ന് പറയുന്ന രാഷ്ട്രീയക്കാരെ പോലും ബാധിക്കുന്നു. ഇത് നമ്മൾ തിരിച്ചറിയണം. കാരണം എന്ന് വെച്ചാൽ നമ്മൾ പടർന്ന് പന്തലിച്ച് നിൽക്കുന്നത് ഓക്കെയാണ്, പക്ഷേ അടിവേര് മാന്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ അടിവേര് മാന്തുമ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ എത്ര പടർന്ന് പന്തലിച്ച് പൂത്തലഞ്ഞ് നിന്നാലും ഒരു സുപ്രഭാതത്തിൽ ഒറ്റയടിക്ക് മറിഞ്ഞടിച്ച് വീഴുകയാണ് ചെയ്യുന്നത്, അല്ലാതെ പതിയെ ഇല്ലാതാവുകയല്ല ചെയ്യുന്നത്, ഒറ്റയടിക്ക് മറിഞ്ഞടിച്ച് വീഴുക ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ പലപ്പോഴും വിമർശിക്കുന്നവരോട് നമ്മൾ ഭയങ്കര തീവ്രവാദപരമായിട്ടാണ് കാര്യങ്ങൾ പറയുന്നത്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ചില ആളുകളുണ്ട്. ഈ സെക്കുലറിസം പൂത്തുലഞ്ഞ് നിൽക്കുന്ന കുറേ ആളുകളുണ്ട്. പക്ഷേ അവരോട് നമുക്ക് പറയാനുള്ളത് ഇത് തന്നെയാണ്. അടിവേര് മാന്തപ്പെടുമ്പോൾ അത് ഒറ്റയടിക്ക് മറിഞ്ഞ് വീഴുകയാണ് ചെയ്യുന്നത്. അന്നേരം ഈ സെക്കുലറിസം പറയാനോ ഒന്നിനും സമയം ഉണ്ടാകുകയില്ല. പക്ഷേ അത് തിരിച്ചറിഞ്ഞ് ജീവിക്കുക. ഈ രണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഇപ്പോൾ ഇതേണ്ട ആരെന്ത് പറഞ്ഞിട്ട് അവർക്കൊരു അതൊരു പ്രശ്നമല്ല എന്ന് വെച്ചാൽ ഒരു തീവ്രവാദ പ്രസ്ഥാനത്തെ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി കൂടെ നിർത്തിയിരിക്കുന്നു. ഒരു പ്രശ്നമല്ല. അവർക്കറിയാം അത് നാളെ മേക്കപ്പ് ചെയ്ത് പോകും. ഈ പറയുന്ന വിമർശിക്കുന്ന ആളുകളെല്ലാം നാളെ ഞങ്ങളുടെ കൂടെ നിൽക്കും. അവരുടെ കുറച്ച് സെക്കുലറിസം ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരവിടെ കൂടെ നിൽക്കുമെന്ന്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക എന്നുള്ളതാണ്. ഈ രാഷ്ട്രീയ പ്രസ്ഥാനം PFI പോയി, ഇനി അടുത്ത പ്രസ്ഥാനം ഉയർന്നു വരുന്നു. ഓക്കെ, അത് കറക്റ്റാണ്. നമ്മളിപ്പോൾ ഈ ഇതിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ ഇവരെങ്ങനെയാണ് ഇവിടെ ഓപ്പറേറ്റ് ചെയ്തത് എന്നൊക്കെ നമ്മൾ കൃത്യമായിട്ട് നോക്കുമ്പോൾ ഒരുപക്ഷേ ഈ പാക് അധീന കാശ്മീരിലും പാകിസ്ഥാനിലും ഒക്കെ ലഷ്കർ ഇ തോയ്ബ പോലുള്ള ഭീകര സംഘടനകൾ എങ്ങനെ സുഗമമായി ഇന്ത്യക്കെതിരെ പ്രവർത്തിച്ചു, അതുപോലെയാണ് PFI ഇവിടങ്ങളിലൊക്കെ പ്രവർത്തിച്ചിരുന്നത് 2022 വരെ. മറ്റൊരു കാര്യം കൂടിയാണ്, നമ്മൾ നേരത്തെ പറഞ്ഞ ഈ 950 പേരുടെ ലിസ്റ്റ്, ഒരു സിറാജുദ്ദീൻ്റെ കയ്യിൽ നിന്നും ഏകദേശം 240 പേരുടെ ലിസ്റ്റ്, പിന്നെ ഈ ആലുവയിലെ ഇവരുടെ പെരിയാർ വാലി ഓഫീസിൽ നിന്നും 5 പേരുടെ ലിസ്റ്റ്, പിന്നെ 500 പേരുടെ ഒരു ലിസ്റ്റ് അയ്യൂബ് ടിയയുടെ കയ്യിൽ നിന്നും വീണ്ടെടുക്കുന്നു. മുഹമ്മദ് സാദിഖിൻ്റെ കയ്യിൽ നിന്ന് 35 പേരുടെ ലിസ്റ്റ്, 197 പേരുടെ ലിസ്റ്റ് മറ്റൊരു ഭീകരൻ്റെ കയ്യിൽ നിന്ന് വീണ്ടെടുക്കുന്നു. അതായത് ഇതൊക്കെ പോലീസിന് NIA കണ്ടെത്താൻ സാധിച്ച ഇവരുടെ വീടുകളിലാണ്. ഇവരുടെ വീടുകളിലും ഓഫീസിലും റെയ്ഡ് നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ്. നമുക്കറിയാം അന്ന് NIA ഒക്കെ ഈരാറ്റുപേട്ടയിലൊക്കെ റെയ്ഡ് നടത്തിയപ്പോൾ എന്ത് ബഹളമായിരുന്നു, NIA തടയാനും ഒക്കെ. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവർ തടയാൻ ഇത്ര വെമ്പി നിന്നത് എന്നത് വളരെ വ്യക്തമാണ്. അപ്പോൾ അരുൺ, നമ്മൾ കൂടുതൽ ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് വരുമ്പോൾ വളരെയധികം ഞെട്ടിക്കുന്ന ഒരു കാര്യം തന്നെയല്ലേ, കുറേ കൂടി നേരത്തെ PFI നിരോധിക്കേണ്ട ഒരു അതിഭീകരമായിട്ടുള്ള അവസ്ഥയിലൂടെ ആയിരുന്നില്ലേ ഈ PFIയുടെ പ്രവർത്തനങ്ങളും ഒക്കെ കടന്നു പോയിക്കൊണ്ടിരുന്നത്? ജോർജ്, ഇവിടെ നമ്മൾ PFIയെ കുറിച്ചാണ് സംസാരിക്കുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു PFI ഒരു സിമ്പൽ മാത്രമാണ്, PFI ഒരു പ്രതീകമാണ്. ഈ PFI അല്ല ശരിക്കും നമ്മുടെ രാജ്യത്തിനും സംസ്ഥാനത്തിനും പ്രശ്നം വരുന്നത്. ഇവിടെ വരുന്നത് ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ഒരു ഇസ്ലാമിക തീവ്രവാദത്തിൻ്റെ ആശയങ്ങളാണ്. ഈ ആശയങ്ങൾ പേറുന്നവർ പല സംഘടനകളുടെ പല രൂപത്തിൽ ഇവിടെ ഇപ്പോൾ PFI മാത്രമേ നിരോധിക്കപ്പെട്ടുള്ളൂ. പക്ഷേ അതേപോലെ തന്നെ എത്രയോ സംഘടനകൾ ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അവരുടെ തോളിൽ കൈയിട്ടുകൊണ്ട് ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒന്നിച്ചു നിന്ന് അവർ മതവാദികളല്ല, അവർക്ക് മതവാദം അവർ ഉപേക്ഷിച്ചു, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നും പറഞ്ഞ് വീണ്ടും ഇവരുടെ എല്ലാം തോളിൽ കൈയിട്ട് വോട്ടും വാങ്ങി അതിനുശേഷം റോബിൻ സൂചിപ്പിച്ചതുപോലെ മറ്റു മതസ്ഥരെ തീർത്തും അവഗണിച്ചുകൊണ്ട് ഇവരുടെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി മാത്രം, ഇവർ പറയുന്നതിന് മാത്രം സംസാരിക്കാൻ വേണ്ടി നിൽക്കുന്നു. ഏതെങ്കിലും സമയത്ത് ഈ PFI ആയിക്കോട്ടെ, ഏത് മുസ്ലിം തീവ്രവാദ സംഘടന ആയിക്കോട്ടെ, അവർ ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ, അവർ ഒരു കൊലപാതകം നടത്തി കഴിഞ്ഞാൽ, അവരിവിടെ ഒരു അക്രമം അഴിച്ചുവിട്ട് കഴിഞ്ഞാൽ, എന്നെങ്കിലും കേരളത്തിലെ ഇടതോ വലുതോ രാഷ്ട്രീയ പാർട്ടികൾ ഇവരുടെ പേര് മാത്രം വെച്ച് പറഞ്ഞിട്ടുണ്ടോ? നമ്മൾ പരിശോധിച്ച് നോക്കുക. ആ ദിവസങ്ങളിലെ പത്രവാർത്തകൾ നോക്കുക. ആ ദിവസത്തെ കോൺഗ്രസിൻ്റെയും CPMൻ്റെ എല്ലാം നേതാക്കന്മാർ പറഞ്ഞ വാക്കുകൾ എടുത്തു നോക്കുക. അവർ പറയും RSS എന്നൊരു വാക്ക് ചേർക്കാതെ, സംഘപരിവാർ എന്നൊരു വാക്ക് ചേർക്കാതെ ഈ മുസ്ലിം തീവ്രവാദ സംഘടനകളുടെ ഒരു വാർത്ത പോലും, ഒരു കാര്യത്തെ പോലും അപലപിക്കാൻ അവർക്ക് സാധിക്കില്ല. അങ്ങനെയാണ് അവർ ഇന്നേ വരെ ചെയ്തിട്ടുള്ളത്. അത് എന്തുകൊണ്ടാണ്? അത് തന്നെ അറിഞ്ഞാൽ മതി. RSS ചെയ്യുമ്പോൾ RSSനെ ഇവർ കുറ്റം പറഞ്ഞോട്ടെ, സംഘപരിവാർ ചെയ്യുമ്പോൾ സംഘപരിവാറിന് ഇവർ കുറ്റം പറഞ്ഞോട്ടെ, PFI ചെയ്യുമ്പോൾ, SDPI ചെയ്യുമ്പോൾ, ജമാഅത്തെ ഇസ്ലാമി ചെയ്യുമ്പോൾ, PDP ചെയ്യുമ്പോൾ, ഇവരെല്ലാവരും ചെയ്യുമ്പോൾ എന്തിനെ ഇവർ RSSനെയും സംഘപരിവാറിനെയും അതിൻ്റെ കൂട്ടത്തിൽ ചേർക്കുന്നു? അതല്ലെങ്കിൽ ക്രിസംഗികൾ എന്ന് പറഞ്ഞ് ക്രൈസ്തവരെ അതിൻ്റെ ഉള്ളിലേക്ക് ചേർക്കുന്നു. ഒരു വർഗീയതയെ പറയുമ്പോൾ ന്യൂനപക്ഷ വർഗീയത എന്ന വാക്ക് എന്തിനു ഉപയോഗിക്കുന്നു? മുസ്ലിം വർഗീയതയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ, മുസ്ലിം തീവ്രവാദത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇവർ എന്തിന് ന്യൂനപക്ഷ വർഗീയത എന്ന് പറഞ്ഞ്, ന്യൂനപക്ഷ തീവ്രവാദം എന്ന് പറഞ്ഞിട്ട് ഇതുമായിട്ട് യാതൊരു ബന്ധമില്ലാതിരുന്ന മറ്റൊരു കമ്മ്യൂണിറ്റിയെ കൂടി ഇതിൻ്റെ ഉള്ളിലേക്ക് കൂട്ടിച്ചേർക്കുന്നു. ഇവിടെ കൃത്യമായിട്ടും ഇവരെല്ലാവരും വളർത്തുന്നത്, ഈ തീവ്രവാദ സംഘടനകളെ മുഴുവൻ വളർത്തുന്നത് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളാണ്. ഇത് ഇന്ത്യയിലെ മറ്റു രാഷ്ട്രീയ പാർട്ടികൾ ഇത്രയും അത് ചെയ്യുന്നില്ല. ഇവിടെയുള്ള കേരളത്തിലെ ഘടകങ്ങളാണ് ഇത്രയും ക്രൂരമായിട്ട് ഈ രാജ്യത്തെ, ഈ സംസ്ഥാനത്തെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ ഹിറ്റ് ലിസ്റ്റിൻ്റെ കാര്യം പറഞ്ഞു. എത്ര മീഡിയകൾ ഇത് ചർച്ച ചെയ്യാൻ തയ്യാറാവും? ഇന്ന് രാത്രി എത്ര മീഡിയകൾ ഈ വിഷയം ചർച്ച ചെയ്യാൻ തയ്യാറാവും? എന്താണ് ഹിറ്റ് ലിസ്റ്റ്? ഇതെന്തോ ഒരു സിമ്പിളായിട്ടുള്ള ലിസ്റ്റ് പോലെയാണ് വാർത്തകളായിട്ട് വന്നുപോയത്. 950 പേരെ കൊല്ലാനായിട്ടുള്ള ഒരു ലിസ്റ്റ് തയ്യാറാക്കി
അവർ ഇന്നല്ലെങ്കിൽ നാളെ കൊല്ലപ്പെടും. അത്രയും വലിയൊരു ലിസ്റ്റ്. ഇനിയിപ്പോൾ ഈ ലിസ്റ്റ് പരിശോധിച്ച് കഴിഞ്ഞാൽ ഇതിൽ ഭൂരിഭാഗവും ഹിന്ദു കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള നേതാക്കന്മാരാണെന്ന് പറയുന്നു. ഇനി ഇതിലില്ലാത്ത ഏത് നേതാവാണ് ഉണ്ടാകുക? അതല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയിലെ അല്ലെങ്കിൽ മുസ്ലിം ഇതര വിഭാഗങ്ങളിലത്തെ നേതാക്കന്മാരെ മുഴുവൻ ഇവർ ടാർഗറ്റ് ചെയ്ത് ജോർജ് സൂചിപ്പിച്ചതുപോലെ അവരുടെ ആധാർ തൊട്ട് ഇവരുടെ എല്ലാ ഡാറ്റയും ഇവരുടെ കളക്ട് ചെയ്ത് വെച്ച് ഇത്രയും പ്രത്യേകിച്ച് അവരുടെ മക്കളെ പോലും, കൊച്ചു കുട്ടികളുണ്ടെങ്കിൽ ആ കൊച്ചു കുട്ടികളുടെ പേര് പോലും അവരുടെ സ്കൂളും ഡീറ്റെയിലും ഇവർ കളക്ട് ചെയ്ത് വെക്കണമെങ്കിൽ എത്ര ക്രൂരമായ ആക്രമണത്തിനാണ് ഇവർ ലക്ഷ്യമിട്ടത്. ഇത് PFI മാത്രം ചെയ്യുന്നതാണോ എന്നതാണ് ഇവിടുത്തെ ആദ്യത്തെ ചോദ്യം വരുന്നത്. ഇത് PFI അല്ല ചെയ്യുന്നത്. ഇത് മുസ്ലിം തീവ്രവാദം തലയ്ക്ക് പിടിച്ചവർ ആരുണ്ടോ അവർ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഈ PFIയുടെ വർക്കിംഗ് സ്ട്രക്ചറിനെ കുറിച്ച് റോബിൻ സൂചിപ്പിച്ചു. നമ്മൾ ഇതിനു മുമ്പ് പല തവണ ചർച്ച ചെയ്തതാണ്. ഹിസ്ബുള്ള എങ്ങനെ ഉണ്ടായി എന്ന് നമ്മൾ ചർച്ച ചെയ്തതാണ്. ഹമാസ് എങ്ങനെ ഗാസയിൽ വളർന്നു വന്നെന്ന് നമ്മൾ ചർച്ച ചെയ്തതാണ്. സന്നദ്ധ സംഘടനകളുടെ രൂപത്തിൽ, സന്നദ്ധ പ്രവർത്തനങ്ങളിലൂടെ, ചാരിറ്റി പ്രവർത്തനങ്ങളിലൂടെ ഇങ്ങനെയാണ് അവർ വളർന്നു വന്നിരിക്കുന്നത്. ഇതേ കാര്യം തന്നെ ഈ NIAയുടെ റിപ്പോർട്ടിൽ കൃത്യമായിട്ട് അതിൽ എഴുതി വച്ചിരിക്കുന്നു. ഇവർ എങ്ങനെ വളർന്നു? എനിക്ക് രസകരമായി തോന്നിയത് യോഗ പരിശീലന ക്ലാസ്സുകൾ പലപ്പോഴും മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ പലരും എതിർക്കുന്ന ഒരു സംഭവമാണ്. അതുപോലും PFI സംഘടിപ്പിച്ചിരിക്കുന്നു. അതേപോലെ തന്നെ സന്നദ്ധ പ്രവർത്തനം, രക്ഷാപ്രവർത്തനം, ദുരിതാശ്വാസ പ്രവർത്തനം, ആയോധന വിദ്യകളിലുള്ള പരിശീലനം. ഇവിടെ പലപ്പോഴും പല പാർട്ടികളുടെയും, പല തീവ്രവാദി പാർട്ടികളുടെയും ടീഷർട്ട് ഇട്ടിട്ട് നമ്മൾ കോവിഡ് കാലത്ത് കണ്ടു. അതേപോലെ തന്നെ എവിടെ അപകടം ഉണ്ടാകുന്നു അവിടേക്കെല്ലാം ഇവർ ഓടി ചെല്ലുന്നത് കണ്ടു, ഇവരുടെ ടീഷർട്ട് ഉപയോഗിച്ചിട്ട്. അന്ന് മീഡിയകളെല്ലാം ഇവരെ ഏത് രീതിയിലാണ് വാഴ്ത്തിയെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. ശരിക്കും പാവപ്പെട്ട മുസ്ലിം യുവാക്കളെ ശരിക്കും അങ്ങനെ തന്നെ പറയണം. ഒരു തീവ്രവാദമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത, ഉള്ളിൽ നന്മയുള്ള, ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് താല്പര്യമുള്ള, നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്ന യുവാക്കന്മാരെ ഇവർ കൂട്ടിക്കൊണ്ടുവന്ന് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമാക്കുന്നു. അതിനുശേഷം ഇവരുടെ മാസ്റ്റേഴ്സ് വന്ന് ഇവരുടെ ചിന്താഗതികളെ മാറ്റുന്നു. NIA എഴുതിയിട്ടുള്ളതാണ്, നമ്മൾ പറയുന്നതല്ല. ഇവരുടെ ചിന്താഗതികളെ മാറ്റി ഇവരെ തീവ്രവാദികളാക്കി മാറ്റിയെടുക്കുന്നു. അപ്പോൾ യുവാക്കളെ ആകർഷിക്കാനുള്ള ഒരു മാർഗം മാത്രമായിട്ട് ഇവർ ഈ നന്മ പ്രവർത്തികളെ, സന്നദ്ധ പ്രവർത്തനങ്ങളെ ഇവർ കാണുന്നു. അതോടൊപ്പം തന്നെ ഇവരുടെ ആക്ടിവിറ്റീസ് NIA വിവരിക്കുന്നുണ്ട്. ഇവരുടെ ഹേറ്റ് സ്പീച്ചിലൂടെ, വിദ്വേഷപരമായ പ്രസംഗങ്ങൾ, അക്രമാസക്തമായ പ്രസംഗങ്ങൾ, ഇവരുടെ പ്രസിദ്ധീകരണങ്ങളിലൂടെ, ഇവരുടെ ലേഖനങ്ങളിലൂടെ, ഇവരുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൂടെ, ആ വാക്കും വളരെ ശ്രദ്ധേയമാണ്, ഇവരുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൂടെ എങ്ങനെയെല്ലാം സമൂഹത്തിൽ വിദ്വേഷം നിറയ്ക്കാമോ, എങ്ങനെയെല്ലാം മതവിഭാഗങ്ങൾ തമ്മിൽ ഭിന്നത ഉണ്ടാക്കാമോ അത് മുഴുവൻ ഇവർ ചെയ്തു. അതുകൂടാതെയാണ് ബാബറി മസ്ജിദ് തകർത്തത്, ഗുജറാത്ത് കലാപം, അതുപോലെ തന്നെ ആൾക്കൂട്ട കലാപങ്ങൾ, ഇങ്ങനെയുള്ള പല വീഡിയോസ്. ഇത് നിരന്തരം ഇവരുടെ അണികളെ കാണിച്ചു കൊടുത്തുകൊണ്ട് ഇവർ എന്ത് ബോധവൽക്കരണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവർ രാജ്യത്തിനെതിരെ, സർക്കാരിനെതിരെ, മുസ്ലിം സമൂഹത്തിലെ ഇതര മതസ്ഥർക്കെതിരെ, പ്രത്യേകിച്ച് ഹിന്ദു കമ്മ്യൂണിറ്റിക്കെതിരെ ജനങ്ങളുടെ ഉള്ളിൽ വിദ്വേഷവും വെറുപ്പും നിറയ്ക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? ഈ ജനത്തെ കൊണ്ട് ഇവിടുത്തെ ഭരണം അട്ടിമറിച്ചുകൊണ്ട് ഇവർ പറയുന്ന സമാധാനത്തിൻ്റെ എന്ന് ഇവർ വ്യാഖ്യാനിക്കുന്ന മുസ്ലിം ശരിയ ലോ പ്രകാരമുള്ള ഒരു കാലിഫാറ്റായിട്ട് ഇന്ത്യയെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ 950 പേരുടെ ലിസ്റ്റ് NIAക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി എത്ര പേര് കേരളത്തിലുണ്ടായിരുന്നു? ഇതേപോലെ ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിലും ഇവർ ഈ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു കലാപം ഉണ്ടാക്കിയിട്ട്, ഒരു സർക്കാരിനെതിരെ ഒരു കലാപം അഴിച്ചുവിട്ട് കഴിഞ്ഞാൽ ഈ ലിസ്റ്റിലുള്ളവർ പിറ്റേ ദിവസം ഇവരെ കാണില്ല. അതിനുള്ള തയ്യാറെടുപ്പുകളാണ്. അതായത് ഇവർക്കെതിരെ ആരെങ്കിലും നിൽക്കുന്നവരെ എല്ലാവരെയും ഇവർ നിശബ്ദരാക്കി അല്ലെങ്കിൽ അവരെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് അവരുടെ 2047 ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് അവർ മുന്നേറുകയായിരുന്നു. ഈ മുന്നേറ്റം ഇപ്പോഴും ഞാൻ പറയുന്നു തുടരുന്നുണ്ട്. അത് ഈ രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ. റോബിൻ സൂചിപ്പിച്ചതുപോലെ ഇവരെ മോണിറ്റർ ചെയ്യുന്നവർ ഉണ്ട് എന്ന കാര്യം അവർ ശ്രദ്ധിച്ചില്ല. ആ ഒറ്റ കാര്യം മാത്രമേ ഇവർക്ക് വന്നിട്ടുള്ളൂ. ഇപ്പോൾ പ്രവർത്തിക്കുന്നവർക്ക് കൃത്യമായിട്ട് അറിയാം തങ്ങൾ മോണിറ്ററിങ്ങിലാണ്. അതുകൊണ്ട് തന്നെ മറ്റു മാർഗങ്ങളിലൂടെ ഇവർ മുന്നേറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവർ ആ 2047 കൃത്യമായിട്ട് അവരുടെ അജണ്ട അവർ നടപ്പാക്കുക തന്നെ ചെയ്യും. PFIയുടെ ഏതാനും നേതാക്കന്മാർ മാത്രമാണ് ജയിലിലുള്ളത്. അവരുടെ അണികൾ ഇവിടെ തന്നെയുണ്ട്. ഈ PFIയുടെ പ്രതാപകാലത്തെല്ലാം ഇവിടെ കേൾക്കുന്ന ഒരു ചൊല്ലുണ്ടായിരുന്നു, പകൽ കേരളത്തിലെ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ പേരും, രാത്രി ഇവർ PFI. അതായത് ഇവർ കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇൻഫിൽട്രേറ്റ് ആണ്. അത് കറക്റ്റാണ്. കാരണം ഈ 2047 അജണ്ട, PFIയുടെ 2047 അജണ്ടയിൽ പ്രധാനപ്പെട്ട ഒരു എലമെൻ്റ് എന്ന് പറയുന്നത് എലിമിനേറ്റ് ദോസ് ഗോ എഗെയിൻസ്റ്റ് ദി ഇൻട്രസ്റ്റ് ഓഫ് PFI. അതിൻ്റെ ഫലമായിട്ടാണ് ഈ 950 പേരുടെ ഹിറ്റ് ലിസ്റ്റൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് PFIയുടെ താല്പര്യങ്ങൾക്ക് എതിരെ പ്രവർത്തിക്കുന്നവരെ അങ്ങ് എലിമിനേറ്റ് ചെയ്യുക. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ പറഞ്ഞതുപോലെ ഹിറ്റ് ലിസ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. നേരത്തെ അരുൺ സൂചിപ്പിച്ച ഒരു കാര്യം ഒന്ന് ഈ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന ആ പോർഷൻ ഒന്ന് പരാമർശിച്ചിട്ട് നമുക്ക്
വൈൻഡപ്പ് ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നു. അതായത് ഈ 16ാമത്തെ പാരഗ്രാഫാണ് നമ്മൾ വളരെയധികം ഗൗരവത്തോടെ ചർച്ച ചെയ്യേണ്ട ഒരു പോർഷൻ. അതിനകത്ത് പറയുന്നുണ്ട് PFIക്ക് കൃത്യമായിട്ടും ഒരു കമ്മ്യൂണൽ ആൻറ്റി നാഷണൽ അജണ്ട ഉണ്ടായിരുന്നു ഇന്ത്യയിൽ ഒരു ഇസ്ലാമിക് റൂൾ കൊണ്ടുവരാൻ. അപ്പോൾ അവരത് എങ്ങനെയാണ് അച്ചീവ് ചെയ്തത് എന്നത് ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. റാഡിക്കലൈസേഷൻ ഓഫ് മുസ്ലിം യൂത്ത്, ഞാൻ ആ പാരഗ്രാഫ് അതുപോലെ തന്നെ വായിക്കാം, അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാകും. ടു അച്ചീവ് ദിസ് ദേ കണ്ടക്ട് സ്റ്റേജ് വൈസ് റാഡിക്കലൈസേഷൻ ഓഫ് മുസ്ലിം യൂത്ത് മെയിൻലി ത്രൂ ദർ തർബിയത്ത് ക്ലാസ്സസ്, ഷോയിങ് ഓഫ് വീഡിയോസ്, ടേക്കിംഗ് ലെക്ചേഴ്സ് ആൻഡ് എൻഷുറിംഗ് അലീജിയൻസ് ത്രൂ ബയാത്ത്, അതായത് ഓത്ത് എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത്, ടു ദ PFI ഇൻ ദ നെയിം ഓഫ് അള്ളാഹ്. During their Tarbiyat classes, the PFI radicalized vulnerable youths by communalizing and magnifying stray incidents against Muslims with the intention to undermine democracy and establish Islamic rule in India by subverting constitution. The gullible Muslim youth were radicalized and motivated against so-called kafirs or non-believers and all who were opposed to their ideology, including their members of Muslim community, government and leaders of Hindu organization by repeatedly showing videos and photos of incidents such as Arun പറഞ്ഞതുപോലെ Babri Masjid demolition, Gujarat riots, mob lynching, etc. to portray that the whole Muslim community in India are being targeted and oppressed by the entire state machinery and government agency. പറയേണ്ട ഒരു കാര്യമുണ്ട്, അത് നോൺ ബിലീവേഴ്സിന് മാത്രമല്ല തങ്ങളുടെ ഐഡിയോളജിക്ക് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്ന മുസ്ലിം കമ്മ്യൂണിറ്റിപ്പെട്ടവർ പോലും ഇവരുടെ ശത്രുപക്ഷത്തായിരുന്നു എന്നൊരു കാര്യം കൂടി പറയുന്നുണ്ട്. ഞാനിത് പറയുമ്പോൾ ഒരു കാര്യം കൂടി ഓർമ്മയിൽ വരികയാണ്. നമുക്കറിയാം ഈ എമ്പുരാൻ സിനിമ, ആ എമ്പുരാൻ സിനിമയിൽ പൃഥ്വിരാജിൻ്റെ ഒരു ക്യാരക്ടർ ഈ തീവ്രവാദത്തിലേക്ക് പോകുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ ഗുജറാത്ത് കലാപത്തിൻ്റെ ഇരയായിട്ട് മാറി അതിനെ തുടർന്നാണ് ആൾ ഈ തീവ്രവാദത്തിലേക്കൊക്കെ പോകുന്നത്. അപ്പോൾ ഈ പാരഗ്രാഫ് വായിച്ചപ്പോൾ എന്തൊക്കെയോ ചില കോയിൻസിഡൻസ് തോന്നി, അതുകൊണ്ടാണ് ഞാനത് പങ്കുവെച്ചത്. ഈ ഗുജറാത്ത് കലാപവും അല്ലെങ്കിൽ ബാബറി മസ്ജിദ് ഡിമോളിഷൻ അതൊക്കെ കാണിച്ചിട്ടാണ് ചിലരെ ഈ റാഡിക്കലൈസ് ചെയ്യുന്ന ഒരു പ്രോസസ്സിലേക്കൊക്കെ PFI വന്നത്. അപ്പോൾ വളരെയധികം വ്യക്തമാണ് ഈ PFI എന്ന് പറയുന്ന ഭീകര സംഘടന ഇതര മതസ്ഥർക്ക് മാത്രമല്ല സമാധാനം കാക്ഷിക്കുന്ന മതേതര സ്വഭാവമുള്ള മുസ്ലിം കമ്മ്യൂണിറ്റിപ്പെട്ടവർക്ക് പോലും അതൊരു ശത്രുപക്ഷത്ത് നിൽക്കുന്ന ഒരു സംഘടന തന്നെയാണ്. അത് 2022 കേന്ദ്ര സർക്കാരിന് ആ സംഘടനയെ നിരോധിക്കാൻ സാധിച്ചത് വലിയൊരു നേട്ടം തന്നെയാണ്. വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൻ്റെ പ്രീണന രാഷ്ട്രീയത്തിൻ്റെ ഒരു ബൈ പ്രോഡക്റ്റാണ് PFI എന്ന് നമുക്ക് നിസ്സംശയം പറയാം. അല്ലെങ്കിൽ പാകിസ്ഥാനിൽ ലഷ്കർ ഇ തോയ്ബയും അല്ലെങ്കിൽ ജെയ്ഷെ മുഹമ്മദ് പോലുള്ള ഭീകര സംഘടനകൾ എങ്ങനെ സുഗമമായി ഇന്ത്യക്കെതിരെ പ്രവർത്തിച്ചിരുന്നുവോ അതേ രീതിയിൽ തന്നെയാണ് ഈ 2006 മുതൽ 2022 വരെ കേരളം കേന്ദ്രീകരിച്ച് PFI ഇന്ത്യക്കെതിരെ പ്രവർത്തിച്ചിരുന്നത്. തീർച്ചയായിട്ടും ഇനി ചെയ്യേണ്ടത് ഇനിയൊരു PFI ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യാൻ, ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുവാൻ കേരളമെന്നല്ല ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തും ജന്മമെടുക്കരുത്. അതിനുള്ള ആർജവമുള്ള നടപടികളാണ് ഇവിടെ ഭരണകൂടങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകേണ്ടത്. അത്തരത്തിലുള്ള നടപടികൾ ഭരണകൂടങ്ങൾ സ്വീകരിക്കുമ്പോൾ അതിന് വോട്ട് ബാങ്ക് രാഷ്ട്രീയം മറന്ന് പ്രീണന രാഷ്ട്രീയം മറന്നുള്ള ഒരു പിന്തുണ ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നൽകേണ്ടിയിരിക്കുന്നു. രാജ്യ താല്പര്യത്തെ മുൻനിർത്തി എന്ന ഓർമ്മപ്പെടുത്തലോടെ നിലപാട് എന്ന ഒരു പ്രോഗ്രാമിൽ ഇന്നത്തെ എപ്പിസോഡ് ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യുന്നു. മറ്റൊരു വിഷയത്തിലെ നിലപാടുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി.